അപ്പം ഞങ്ങളുടെ കോയമ്പത്തൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പം കോയമ്പത്തൂരിലാണ് നിൽക്കുന്നത്. പണ്ട് കാലത്ത് ഏകദേശം 2002 ആ കാലയളവിൽ ഞാനിവിടെ പഠിച്ചതാണ്. നമുക്ക് മുക്കും മൂലം കോയമ്പത്തൂരിൻ്റെ അറിയാമായിരുന്നു. പക്ഷേ ഇപ്പം ആപ്പാടെ കോയമ്പത്തൂർ മാറിപ്പോയി. പഴയ നൊസ്റ്റാൾജിയ തരുന്ന ഒരു സ്ഥലമാണ് ഈ കോയമ്പത്തൂർ എന്ന് പറയുന്നത്. നമ്മൾ നേരെ നാട്ടിൽ നിന്ന് വണ്ടി കയറി ഇവിടെ ഇറങ്ങി നമ്മുടെ കോളേജ് സുലൂർ എന്ന് പറയും. തൊട്ട് ഇവിടുന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നാളെ കോളേജിലൊക്കെ പോകണം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു റൂം എടുത്ത് കോയമ്പത്തൂർ വന്നിട്ട് കുഴപ്പമില്ലാത്ത റൂം കിട്ടി. എല്ലാവരും ഹാപ്പി അല്ലേ? സൂപ്പർ റൂമാണ്, അടിപൊളിയാണ്. യാത്രയൊക്കെ സുഖമായിരുന്നു. ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് ചേർന്നു. ഇനി ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ട് വേണം പുറത്തോട്ടിറങ്ങി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ. അപ്പം നമ്മുടെ കോയമ്പത്തൂർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ കോയമ്പത്തൂർ നമ്മുടെ ഒരു സുഹൃത്ത്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച എല്ലാവരും ക്ലാസ്മേറ്റ്സ് ആണ്. അവൻ അഭിനേഷ് എന്ന് പറയുന്ന സുഹൃത്താണ്. അവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ അവൻ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങോട്ട് എല്ലാം അവൻ്റെ ഓഫീസിലൊക്കെ പറഞ്ഞു. വൈകിട്ട് 6 മണിയായി. ഇപ്പോഴും പുള്ളി അവിടെ തന്നെ കുത്തിരിപ്പാന്ന് തോന്നുന്നു. നമ്മളെ നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നേരെ അവൻ്റെ സ്ഥലത്തോട്ടാണ്. നൈറ്റ് ലൈഫ് നമുക്ക് ആസ്വദിക്കാം. അപ്പോൾ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? കോയമ്പത്തൂരിന്റെ നിറകയിൽ. മുമ്പേ ഞാൻ പറയാം, നമ്മുടെ സുഹൃത്ത് ഉറ്റമ ശങ്കർ, ഞാൻ, നമ്മുടെ വഴിപ്പടി മനോജ്, നമ്മുടെ അഭിനേഷ്, ഞങ്ങളെല്ലാം ഒന്നിച്ച് പഠിച്ച ആൾക്കാരാണ്. അവനെ നമ്മൾ ഇടയ്ക്ക് കോൺടാക്ട് ഉണ്ടായിരുന്നു, കോയമ്പത്തൂർ വെച്ച് കണ്ടെത്തി. അപ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന സാധനമാണ്. നീ എന്നാ വർക്ക് ചെയ്യുന്നത്? ഞാനിവിടെ ഇൻഡോകം ലിമിറ്റഡ് എന്ന് പറഞ്ഞ നമ്മുടെ ഓഫീസാണ്. അപ്പം അവിടെ മാനേജറായിട്ട് HR ആണ്. നമ്മുടെ പഴയ തന്നെ HR ആണ്. അതിൻ്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വർഷങ്ങൾ നമ്മൾ എത്ര കൊല്ലമോ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഇവനെ കാണാറുണ്ട്. നീ അവിടെ വരുമ്പോൾ നമ്മളില്ലല്ലോ. പിന്നെ ഞങ്ങൾ അല്ലാതെ ഈ വാട്സാപ്പിൽ കൂടെയും ഈ സ്നാപ്ചാറ്റിൽ കൂടെ ഒക്കെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം അയച്ചിട്ടുണ്ട്, വിവരങ്ങളെല്ലാം അറിയാറുണ്ട്. അപ്പോൾ അവൻ്റെ വൈഫ് മഞ്ജു, പുള്ളിക്കാരി എന്തൊക്കെ സാധനങ്ങൾ കാണാം. ഒത്തിരി ദൂരം. അതെ, ആ സമയത്ത് നമ്മളവിടെ ഏത്തക്ക എന്ന് പറയും, ചിലടത്ത് പഴംപൊരി എന്ന് പറയും, ചിലടത്ത് ഏത്തക്ക ബോളി എന്ന് പറയും. എന്തായാലും കൊണ്ടുവന്ന സാധനം അടിപൊളിയാണ്. അടിപൊളി. വീട്ടിലെ ഏത്തക്ക അപ്പോൾ കാണുമ്പോൾ അറിയാം. അപ്പം നമ്മുടെ അഭിനേഷിന്റെ വൈഫ് മഞ്ജുവിന് ഒരായിരം താങ്ക്സ്. പൊളി അടിപൊളി കേട്ടോ, അടിപൊളി. എടാ നമ്മുടെ കോയമ്പത്തൂർ സ്ട്രീറ്റ് കൂടെ നടക്കണം കേട്ടോ. ഓക്കെ, അതാ പരിപാടി. അപ്പോൾ നമ്മുടെ ഏത്തക്ക നിന്നിട്ട് നേരെ സ്ട്രീറ്റിലായിട്ടല്ലേ? ഏത്തക്ക വേറെ സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം താഴെ നിന്ന് വാങ്ങിയാണ്. പനിയാരം തമിഴ്നാടിന്റെ സ്പെഷ്യൽ ഐറ്റം. പനിയാരം ഇപ്പം ഞാൻ തമിഴ്നാട്ടിൽ 2 കൊല്ലം പഠിച്ചിട്ട് ഈ പനിയാരത്തെ പറ്റി എനിക്ക് അറിയാൻ പറ്റില്ല. ഇവിടുത്തെ ഫേമസ് സാധനമാണോ? ആണോ പനിയാരം? അല്ലേ, പനിയാരം എന്ന് പറയും. ഇവിടെ മധുരമാണോ? അതോ മധുരമല്ല, ദോശമാവ് വെച്ചിട്ടുണ്ടാക്കുന്നത്. ഈ സാധനം. ഇതാണ് പനിയാരം. സൂപ്പർ സാധനം. ഇത് നമ്മുടെ അവസരം ഒരു വടയുടെ ഒരു ടേസ്റ്റ് അല്ലേ? സൂപ്പർ സാധനം. ദോശമാവാണ് ആണല്ലേ? അടിപൊളി സാധനം സൂപ്പർ. ഇതിൻ്റെ കൂടെ ചട്നി ഉണ്ടാവും, ചട്നി എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ നേരെ വെളിയിലോട്ട്. ചട്നി കൂട്ടി നമ്മുടെ അഭിനേഷിൻ്റെ കൂട്ടുകാരൻ്റെ ഓഫീസിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നൈറ്റ് ലൈഫ് ചുമ്മാ ഇതുവഴി സ്ട്രീറ്റിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ വൈബ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. ഇച്ചിരി ക്രൗഡ് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടിപൊളിയാണ്. നമ്മളിങ്ങനെ സ്ട്രീറ്റിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കാഴ്ചകളും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാണ് ഈ കോയമ്പത്തൂർ ഇഷ്ടം പോലെ തുണിത്തരങ്ങളാണ് കേട്ടോ. ഇത് പലതരത്തിലുള്ള തുണി കാര്യങ്ങളും ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കാൻ ഭയങ്കര രസമാണ്. രാത്രി നമ്മൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഗാന്ധിപുരം സൈഡൊക്കെ പോകാനുള്ള സ്ഥലമല്ലേ, ഭയങ്കര രസമാണ്. നല്ല ചൂടാണ്. ഇപ്പോഴാണ് നമുക്ക് ഈ ലൈറ്റിംഗ് ഒക്കെ വന്നുകൊണ്ടുണ്ടല്ലോ, അടിപൊളിയാണ് സംഭവം. ലൈറ്റിംഗ് ഒക്കെ വന്നുകൊണ്ട് അടിപൊളിയാണ്. സൂപ്പർ. ഈ പൂക്കൾ ഈ രാത്രിയിലാണ് ഇവിടെ കൊടുക്കുന്നത് കൂടുതൽ. അത് ഈ ക്ഷേത്രം ഉള്ളതുകൊണ്ടാണല്ലേ? അതെ, ക്ഷേത്രങ്ങളുള്ള ക്ഷേത്രം ഉള്ളതുകൊണ്ട് അതിൻ്റെ വാതൊക്കെ ഇങ്ങനെ അല്ലേ? ഇങ്ങനെ ഇതൊരു നല്ല ക്ഷേത്രമാണ് ഇതല്ലേ. ആൾക്കാരോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ആ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഇതുപോണക്കുള്ള പൂക്കടകൾ എപ്പോഴും കാണും അല്ലേ? അടിപൊളി. ക്ഷേത്രത്തിനടുത്തുണ്ട്, അല്ലാതെ ഇവിടെ തൊട്ടടുത്താണ് ഇവിടുത്തെ പൂ മാർക്കറ്റ്. ഇപ്പം കാണുമോ? ഇപ്പം കാണാൻ നമുക്ക് പോവാം. ഇപ്പം കാണുകയാണെങ്കിൽ ഇപ്പം പോയി കണ്ടിട്ട് പോരാം. ഇവിടുന്നാണ് ഈ പൂ മാർക്കറ്റിൽ നിന്നാണ്. ഇത് വരുന്നതല്ലേ? ഓക്കെ. ഈ കടകളെല്ലാം അതിൻ്റെ പേരെന്നാ? ശ്രീ കൗസല്യ കോസ്റ്റ്യൂംസ്. അതായത് ഈ വാടകയ്ക്ക് അല്ലേ?
വാടകയ്ക്ക് ഇവിടെ ഡ്രസ്സ് എടുത്തോണ്ട് നാട്ടിൽ ഇങ്ങനെ പരിപാടിക്കൊക്കെ പോകും, നമ്മുടെ ഡാൻസ്, ഭരതനാട്യം അല്ലേ? നാട്ടിലും ഇവിടെയും എല്ലാം അതുകൊണ്ട് ഇത് കൊടുക്കുന്ന സ്ഥലം ഉണ്ടായിരിക്കും അല്ലേ? ഓണത്തിനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ. ഇതുകൊണ്ടൊക്കെ ഇവിടെ ഇപ്പോഴും ഓണാഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കും ഓരോ സംഘടനകൾ. അപ്പോൾ ഈ സ്ട്രീറ്റ് മുഴുവൻ അതെ അതെ അതെ. പക്ഷേ ഇപ്പോൾ സന്ധ്യാസമയമായല്ലോ, അപ്പോൾ അതുകൊണ്ടെല്ലാം അടച്ചിരിക്കുകയാണ്. ഇതെല്ലാം ഇതാ മുഴുവൻ ഞാൻ ശ്രദ്ധിച്ചത്, അത് കോസ്റ്റ്യൂമാണ്. ആ കട, ഈ സ്ട്രീറ്റ്, ആ കട, ഇതെല്ലാം കോസ്റ്റ്യൂമാണ് അല്ലേ? മുന്നോട്ട് കാണുന്നത് മൊത്തം കോസ്റ്റ്യൂമിൻ്റെ കടകൾ സൈഡിലും. ഓക്കെ. അപ്പോൾ നമ്മൾ പൂവിൻ്റെ നല്ല മണമാണ് ഇവിടെ, കാരണം പൂ മാർക്കറ്റാണ്. നമ്മുടെ ഓണം കഴിഞ്ഞു, എന്നിരുന്നാലും ഇപ്പോഴും അവർ ഇഷ്ടംപോലെ പൂക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ട്. എല്ലാം ഭയങ്കര പൂവിൻ്റെ നല്ല മണം. റോസയുണ്ട്, ഒന്നും വേണ്ട, എല്ലാ ടൈപ്പിലുള്ള മുല്ലയുണ്ട്, താമരയുടെ ചെറിയതുണ്ട്, അപ്പോൾ ഇഷ്ടം പോലെ. അടിപൊളി അല്ലേ സാറേ? പൂവിൻ്റെ നല്ല മണം അല്ലേ? ഓണം കഴിഞ്ഞ, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു പുള്ളി. താമരയുണ്ട്, എല്ലാ സംഭവമുണ്ട്. ഓക്കെ, അടിപൊളി, സൂപ്പർ. അടിപൊളി. എന്ത് പൂക്കളാണുള്ളത് അല്ലേ? ഞാൻ ഇവിടെ വന്നിട്ട് അച്ഛനമ്മ ഇപ്പോഴാണ് അത് കാണുന്നത്. ഇങ്ങനെ പൂ മാർക്കറ്റ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് അടുത്തൊന്ന് കാണുന്നത്. രാത്രിയിലാണ് ഇവരുടെ കച്ചവടം അല്ലേ? രാത്രി ഫുൾ ഡേ കച്ചവടം. അപ്പോൾ ഇത് തീരുന്നതിനും വരെ ഇരിക്കുമായിരിക്കും. ഞാൻ എപ്പോൾ വന്നാലും ഞങ്ങൾ രാത്രി 2 മണിക്കൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഓണ സമയത്ത്. കച്ചവടമാണ്. ഓക്കെ. നമ്മുടെ നാട്ടിലെ ഈ മത്തി, അയില, മീനൊക്കെ വിൽക്കുന്നവർക്ക് പൂ വിൽക്കുന്നത് അല്ലേ? ഭയങ്കര രസമുണ്ട് അല്ലേ? ഇതിന് വില 1 കിലോ 20 രൂപ. 20 അടിപൊളിയാണ് കാണാൻ. മത്തി വിൽക്കുന്ന പോലെ 20 രൂപ കിലോ 20 രൂപ. കിലോ 20 രൂപ എന്നാ പറഞ്ഞത്. കിലോ 20 രൂപ. പൂ മാർക്കറ്റ് ഒന്നും പറയണ്ട, അടിപൊളി സംഭവമാണ്. ഞാൻ ഈ കോയമ്പത്തൂർ വന്നിട്ട് ഈ പൂ മാർക്കറ്റ് ഇതുവഴി വന്നിട്ടില്ല, ഇഷ്ടംപോലെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ സൂപ്പർ സംഭവം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര നല്ല മാർക്കറ്റിൻ്റെ അതേ മണം. ഏതാ നമ്മുടെ നാട്ടിലെ ചന്തയുടെ മണമല്ല, നല്ല പല പൂക്കളുടെ മണം മൂക്കിലോട്ട് അടിച്ച് കയറുന്ന അടിപൊളിയാണ്. ഇതിങ്ങനെ ഓണം സീസൺ കഴിഞ്ഞെങ്കിലും ഇപ്പോഴും കച്ചവടം പൊടി പൊടിക്കുക രാത്രിയിലും. സൂപ്പർ, അടിപൊളി. കോയമ്പത്തൂർ വരുമ്പം ഈ ശ്രീകൃഷ്ണ സ്വീറ്റ്സ് ഭയങ്കര ഫേമസ് ആണ് ഇവരുടെ അല്ലേ? അത് നമ്മൾ പലയിടത്തില്ലേ ഇവർക്ക്? തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ട് ബ്രാഞ്ചസ്. എനിക്ക് സെയിം സ്ഥലത്തു നിന്ന് അതോ സെയിം ഇതാണോ ഉണ്ടാകുന്നത്? അവരുടെ ഒരു സ്റ്റാൻഡേർഡ് ആണ്, മിനിമം സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. നല്ല സ്വീറ്റ്സ് കിട്ടും ഇവിടെ. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ അടിപൊളി. ഇവരുടെ ഒരു സ്ഥാപക ദിനമുണ്ട്. ആ സ്ഥാപക ദിനത്തിൽ 500 ഗ്രാം മൈസൂർ പാവാണ് ഇവരുടെ ഫേമസ് ആയിട്ടുള്ള സാധനം. അപ്പോൾ അത് നല്ല നെയ്ക്കകത്തൊക്കെ ഇങ്ങനെ നല്ല അലിഞ്ഞുന്ന പോലത്തെ ടൈപ്പിലാണ്. അപ്പോൾ അതിന് 500 ഗ്രാം അങ്ങാണ്ട് അവർ ഫ്രീ കൊടുക്കും ഉദ്ഘാടന ദിവസം. അപ്പോൾ അത് ഇവിടുന്ന് ഒരു 5-6 കിലോമീറ്റർ ക്യൂ അതിന് വേണ്ടി മേടിക്കാൻ വേണ്ടി. ഇത് കടല പുഴുങ്ങിയത് ഇവരുടെ ഫേമസ്, ഭയങ്കര ഫേമസ് സംഭവം അല്ലേ? അതെ അതെ. കടല പുഴുങ്ങിയത്, പിന്നെ പൊരി, കപ്പ, കോണ്, ഇത് ഭയങ്കര സെറ്റപ്പാണ്. ഇവിടുത്തെ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഇഷ്ടം പോലെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. മുക്കിനുണ്ട്. നമ്മുടെ ടർബോ ഫിലിം ഉണ്ടല്ലോ മമ്മൂട്ടിയുടെ, ആ ഫിലിമൊക്കെ രാത്രിയിലാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സുഹൃത്ത് പറഞ്ഞത്. രാത്രി ആ ടർബോയുടെ മൂവിക്കകത്ത് ഇതൊക്കെ വന്ന് ഈ ആർച്ചൊക്കെ വന്നിട്ടുണ്ട്. ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ ഈ തിരക്കൊഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എല്ലാം നിൽപ്പുണ്ട്. മനോജ് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, ഈ കളർ മാറുന്നതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ എടുക്കുന്നുണ്ട്. അത് അടിപൊളിയല്ലേ സല്ലേ? ഇത് രസമുണ്ട്. അതിന് ചിറക് മാറി പല കളറ്. അടിപൊളി. അപ്പോൾ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് HMR ബിരിയാണി അല്ലേ? HMR ബിരിയാണി RS പുരം. നമ്മുടെ അഭിനേഷ് പറഞ്ഞു ഇവിടെ ഒന്ന് കഴിച്ചിട്ടേ പോകുള്ളൂ, ഒരു സ്പെഷ്യലാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അല്ലേ? നമ്മളെ സ്ട്രീറ്റിൽ കൂടെ കറങ്ങി നമ്മളിവിടെ വന്നു. ഇനി ബിരിയാണി ഓർഡർ ചെയ്തു. എങ്ങനെയുണ്ടെന്ന് വന്നിട്ട് കഴിച്ചിട്ട് പറയാം അല്ലേ? എങ്ങനെയുണ്ട് ബിരിയാണി? നല്ല ബിരിയാണി സുനില്ലേ? കുഴപ്പമില്ല. എങ്ങനെയുണ്ടോ? അടിപൊളിയാണ്. സൂപ്പർ. നീ വേണ്ടി ഇവിടെ കഴിക്കുന്നതാണല്ലോ? നല്ല ബിരിയാണി. ഇച്ചിരി വെയിറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും സംഭവം ഇടുക അല്ലേ? നല്ല ബിരിയാണി. അപ്പോൾ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഞങ്ങൾ നമ്മുടെ കോയമ്പത്തൂർ നൈറ്റൊക്കെ ഇച്ചിരി അതുവഴിയൊക്കെ നമ്മുടെ സുഹൃത്ത് അഭിനേഷ് കൊണ്ട് കറക്കി ഞങ്ങൾ രാത്രി അവിടുന്ന് ചാരമിലെ ഹോട്ടലിലെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് കടന്ന്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ നേരെ ഇവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ വന്ന് സുലൂർക്കാണ്. അതായത് ഇവിടുന്ന് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. ഞാൻ പഠിച്ച എൻ്റെ പഴയ കോളേജ്, ഞാൻ MBAക്ക് അവിടെ ആയിരുന്നു. അപ്പോൾ അതുവഴി ഒന്ന് പോയി ഒരു നൊസ്റ്റാൾജി പുതുക്കിയിട്ട് നേരെ ഏർക്കാട്. നമ്മുടെ
കോളേജ് ഇവിടെ വന്നേക്കാണ്, RBS കോളേജ്. ഞാൻ താമസിച്ച ഒരു വീട് ഇവിടെ ഉണ്ട്. ഈ സ്ഥലം മുഴുവൻ മാറിപ്പോയി. ഇപ്പോൾ 2002 ഞാൻ പഠിച്ച് പാസ് ഔട്ടായത്. 2002 എത്രയായി? 22 വർഷമായി ഞാൻ ഇവിടെ വന്നിട്ട്. എല്ലാം മാറി, ഒന്നും തിരിച്ചറിയില്ല. കോളേജിൻ്റെ ആ ഒരു ഇത് കണ്ടവർ മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞു. ഞാനൊരു വീടുണ്ട്, അതിപ്പോൾ പോയി നോക്കട്ടെ അവിടെ അതുണ്ടോ. അവിടെ ഈ സ്ഥലത്താണ് ഞാൻ താമസിച്ചത്. അത് ഏതാണ് ഒരു പിടുത്തവും കിട്ടുന്നില്ല, എല്ലാം മാറിപ്പോയി. നമുക്കൊരു ഐഡിയയും ഇവിടുന്ന് കിട്ടുന്നില്ല. ഇതുവഴിയൊക്കെ നടന്നാണ്, പക്ഷെ എങ്ങോട്ടാണെന്നോ ഏതാണെന്നോ ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. അതുകൂടൊക്കെ മാറിപ്പോയി. ഞാൻ ഇവിടെ വന്നിട്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പം വീട് കണ്ടെത്താനുള്ള ശ്രമം ഉപേക്ഷിച്ചു, കാരണം എല്ലാം സെയിമാണ്. അതുകൊണ്ട് നേരെ ഇനി കോളേജിലോട്ട് പോകാം. അപ്പോൾ അവിടെ വന്ന് വണ്ടി എത്തിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നേരെ കോളേജിൽ പോകാം. അതിൻ്റെ ഒരു എന്തെങ്കിലും ഓർമ്മ കിട്ടുന്നുണ്ടോ, ഇനി അവിടെ മാറിയോ എന്ന് എനിക്കറിയാൻ പറ്റില്ല. അതായത് കോളേജിലോട്ട് പോകാം. ഞാൻ ഇവിടെ കോളേജിൻ്റെ അകത്ത് കയറി. ഇതാണ് RBS കോളേജ് സുലൂര്. ഞങ്ങൾ കുറേ ഇതുവഴി ഓടിക്കളിച്ച സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇവിടെ നല്ല കോവിലുണ്ട് കോളേജിൻ്റെ ഫ്രണ്ട്. അതൊക്കെ ഇപ്പോഴും അതൊക്കെ കാണുമായിരിക്കും. ബാക്കിയുള്ള എല്ലാം മാറിയും തോന്നി. അതായത് നമുക്ക് അകത്തോട്ട് കയറിയിട്ട് കൂടുതൽ കാഴ്ചകളുണ്ടല്ലേ. ഇവിടെ നേരത്തെ ഓഫീസൊക്കെ ആയിരുന്നു, ഇപ്പോൾ അതൊക്കെ മാറ്റിയും തോന്നുന്നു. പഴയ നൊസ്റ്റാൾജിയ അത് നമുക്ക് ഇപ്പോഴും കിടപ്പുണ്ട്. നമ്മളിത് നടക്കുന്നതും നമ്മളിത് അങ്ങോട്ടും ഇങ്ങനെ നമ്മുടെ ബാച്ച് അന്നൊക്കെ ഭയങ്കര രസമായിരുന്നു. നമ്മുടെ ഒത്തിരി ഒക്കെ ഉണ്ടായിരുന്നു, അടിപൊളി. അന്ന് ഇത്ര ഉണ്ടായിരുന്നു, പക്ഷെ കോളേജിന്റെ ഷേപ്പ് ഇതൊക്കെ മാറി. നേരത്തെ അവിടെ ആയിരുന്നു MBA. നമുക്ക് അതുണ്ടോ നോക്കാം. ഓ ഇപ്പൊ അപ്പടിയാ അപ്പടി പോയി കറങ്ങിട്ട് ഫ്രഷേഴ്സ്. ഇവിടെയാണ് ഞങ്ങൾ പഠിച്ചത്. ഇവിടെ നേരത്തെ ലൈബ്രറി ആയിരുന്നു. ഇവിടെ ലൈബ്രറി ആയിരുന്നു. ഇവിടുന്ന് അവിടെ അങ്ങോട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് കാണാമായിരുന്നു. ഇതാണ് നമ്മുടെ MBA പഠിച്ച. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച ഗ്രൗണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതൊക്കെ എനിക്ക് പുതിയ ബ്ലോക്കാണ് എനിക്ക്. ഇവിടെയായിരുന്നു അസംബ്ലിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നേരെ നമുക്ക് മുകളിലോട്ടിയല്ല, നമ്മുടെ പഴയ നമ്മുടെ ക്ലാസ് നടന്ന സ്ഥലം ഇതാണ്. മുകളിലോട്ട് കയറി പോകുന്നൊക്കെ ഇപ്പോഴും ഓർക്കുന്നത്. ഇതിലേതോ ഒരു ക്ലാസ്സിലാണ് നമ്മൾ MBA പഠിച്ചത്. ഏതോ ഒരു ക്ലാസ്, 2-3 ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയ ഓർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാനെല്ലി മരമൊന്നൊരുത്തുവാൻ മോഹം. മരമൊന്നൊരുത്തുവാൻ മോഹം. അങ്ങനെ ആ മോഹം നമ്മൾ പൂവണിഞ്ഞ് ഒരു വട്ടം നമ്മൾ ഇവിടെ എത്തി. ഇനിയും വരുമെന്നറിയാൻ പോലെ അല്ലേ. അതൊക്കെ ജീവിതത്തിൽ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ എത്തി. ഒത്തിരി ഓർമ്മകൾ എന്നൊരു കോളേജാണ്. ഇനി ഇപ്പം നമുക്ക് നേരെ നമ്മുടെ പഴയ ഇതുവഴിയൊക്കെ നടന്നിട്ട് ക്യാമ്പസുകളിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട്. ഈ ബസ് വന്ന് പാർക്ക് ചെയ്യുന്ന സ്ഥലം, ഇവർക്ക് ഇഷ്ടംപോലെ ബസ്സുണ്ട്. ഈ ബസ് വന്ന് പാർക്ക് ചെയ്ത് ലേഡീസിനെ നമ്മുടെ ഇവിടുത്തെ സ്റ്റുഡൻസിനൊക്കെ പിക്ക് ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടുന്ന് പിക്ക് ചെയ്ത് അവിടെ ഹോസ്റ്റലപ്പുറത്ത് അവിടെ കൊണ്ടുപോകും. ഇവിടെ നമ്മുടെ മെസ്സ് ഇവിടെ കഴിച്ചു വരുന്ന സ്ഥലമാണ്. അതിനപ്പുറത്താണ് ഹോസ്റ്റൽ. ഇപ്പോൾ നമ്മൾ കോളേജ് കണ്ടു, പഴയ ഓർമ്മ. ഇനിയിപ്പോൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് അല്ലേ. അടിപൊളി, പഴയ ഓർമ്മ നമുക്ക് തിരിച്ചു കിട്ടി. ഇനിയിപ്പോൾ നേരെ പെട്ടല്ലോ. അപ്പം ഇനി നേരെ ഏർക്കാട്. ഞങ്ങൾ അപ്പോൾ ഏകദേശം സേലത്തിന് ഇനി ഒരു 65 കിലോമീറ്റർ ഉണ്ട്. അതിനിപ്പം വണ്ടിയുടെ സുല്ല് പറഞ്ഞ് സുല്ല വണ്ടി ഓടിക്കുന്നത്. അപ്പം സുല്ല് പറഞ്ഞ് വണ്ടിക്ക് ഇച്ചിരി തേയ്മാനം എന്തോ ഒരു സൈഡിലോട്ട് വെട്ടുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഏർക്കാടിൻ്റെ മല കയറാനുള്ളതാണ്.
അപ്പോൾ ഇവിടെ ഒരു കടയിൽ വന്നു നമ്മൾ അലൈൻമെൻറ്റ് ചെയ്യാം. അപ്പോൾ വണ്ടിക്ക് പണിയൊന്നും കിട്ടിയില്ല. സാറിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ പണി കിട്ടുന്നതാണ്. പക്ഷേ നമുക്ക് ഈ വണ്ടി പോയി ഇതിനായിട്ട് പണി കിട്ടിയില്ല. അതിപ്പോൾ അലൈൻമെൻ്റ് ഒക്കെ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണം അല്ലേ? അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞാൽ ഉടനെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഏർക്കാട്. നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴി സേലത്തിന് അടുക്കുന്ന വഴിക്ക് ഇങ്ങനെയുള്ള മലകൾ കാണും അല്ലേ? ഭയങ്കര രസമാണ്. നല്ല പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തെ സൈഡിലെല്ലാം ഉണ്ട് മലകൾ കണ്ടല്ലേ? ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇനി ഏകദേശം ഇവിടുന്ന് ഒരു 45 കിലോമീറ്റർ ഉണ്ട് സേലം. നല്ല വെയിലാണ്, ഭയങ്കര ചൂട്, കൊടും ചൂട്. AC ഇട്ടിട്ട് പോലും വണ്ടിക്കകത്ത് നല്ല ചൂടാണ്. കാരണം അത്രയ്ക്ക് ചൂടാണ് വെളിയിൽ. അതിനിടെ ചില ആളുകളൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം. ഇനിയും വെറും 40 കിലോമീറ്റർ മാത്രം. എവിടെയെങ്കിലും ഭക്ഷണം കഴിക്കണം. റൂമൊന്നും നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ബുക്ക് ചെയ്തിട്ടില്ല. ചെല്ലുക, എവിടെയെങ്കിലും സെറ്റാക്കുക. അപ്പോൾ നേരെ സേലം വഴി ഏർക്കാട്. ഞങ്ങൾ നമ്മുടെ വണ്ടി ഓടിച്ച് നമ്മുടെ കോളേജിലവിടെ കയറി ഭയങ്കര നൊസ്റ്റാൾജി അതൊക്കെ ഒന്ന് അനുഭവിച്ച് ഞങ്ങളിപ്പോൾ സേലത്ത് വന്നേക്കാണ്. സേലത്ത് വന്ന് നമ്മളിനി ഇവിടുന്ന് ഏർക്കാടിന് 30 കിലോമീറ്റർ ഉണ്ട്. നല്ല ഒന്നാം ഊണ് നമ്മൾ കൊണ്ടുവരുന്നത്. വറുത്ത മീനൊക്കെ കൂട്ടി നല്ല കിടു ഊണ്. നമുക്ക് ഇവിടെ ചെന്നാൽ ഇച്ചിരി ചോറ് ആവശ്യമാണ്. സ്പെഷ്യൽ ചോറ് കേരളീയർ ഏറ്റവും വലിയ ഭക്ഷണമാണ് ഊണെന്ന് പറയുന്നത്. അവൻ എവിടെ ചെന്നാലും ആദ്യം ഇത് കഴിക്കുന്നത്, ചോദിച്ചു മേടിക്കും. അതെ, അപ്പോൾ നമുക്ക് ഊണ് കിട്ടി, നല്ല വെടിക്കെട്ട് ഊണ്. ഇല്ലേ? ഓക്കെ അല്ലേ? നല്ല ഓക്കെ അല്ലേ? യാത്രയൊക്കെ ഓക്കെ അല്ലേ? അരുൺ സാറും ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ആ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി തുടർന്നുള്ള വീഡിയോ നമ്മുടെ ഏർക്കാടിനാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അടുത്ത വീഡിയോ തുടർന്നുള്ള വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.